മാഡത്തെ കാണാൻ ദേവതയെ പോലുണ്ട്. സന്തോഷ് വർക്കിക്കെതിരെ നടി മായ വിശ്വനാഥ്. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയായിരുന്ന ആളായിരുന്നു സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണൻ. നടിമാർക്കെതിരെ അശ്ലീല പരാമർശം നടത്തി അറസ്റ്റിലായ ശേഷം സന്തോഷ് വർക്കിയെ സോഷ്യൽ മീഡിയയിൽ കാണാനില്ല. നേരത്തെ നടി നിത്യ മേനോൻ ഉൾപ്പെടെ സന്തോഷ് വർക്കി ശല്യപ്പെടുത്തിയതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഇതാ സന്തോഷ് വർക്കിക്കെതിരെ സംസാരിക്കുകയാണ് നടി മായ വിശ്വനാഥ്. സന്തോഷ് വർക്കി നടിമാരെ അധിക്ഷേപിച്ചതിനെതിരെയാണ് മായ വിശ്വനാഥ് സംസാരിച്ചത്. തന്നെ സന്തോഷ് വർക്കി ഫോണിൽ വിളിച്ച് സംസാരിച്ചതിനെക്കുറിച്ചും നടി ഓർത്തു. ഒരു ദിവസം രാത്രി എനിക്കൊരു കോൾ വന്നു. ട്രൂ കോളറിൽ സന്തോഷ് വർക്കി എന്ന് കാണുന്നുണ്ട്. ആരുടെ ഫോണായാലും ഞാൻ എടുക്കും, കാരണം എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ആരാണെന്ന് ചോദിച്ചപ്പോൾ ആറാട്ടണ്ണനാണെന്ന്. എനിക്ക് മനസ്സിലായില്ല. എന്നെ എല്ലാവരും വിളിക്കുന്നത് ആറാട്ടണ്ണനാണെന്ന് അയാൾ. നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഇട്ട പേരുണ്ടല്ലോ, അതെന്താണെന്ന് ഞാൻ ചോദിച്ചു. അത് സന്തോഷ് വർക്കി എന്ന് അയാൾ പറഞ്ഞു. പരിചയപ്പെടാൻ വിളിച്ചതാണ്. മാഡം ഇപ്പോൾ വനിതാ തിയേറ്ററിന്റെ മുന്നിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തിയേറ്ററിന് മുന്നിൽ നിൽക്കുന്നതല്ല എൻ്റെ ജോലിയെന്ന് ഞാൻ പറഞ്ഞു. മാഡത്തെ കണ്ടാൽ ദേവതയെ പോലുണ്ടെന്ന് അയാൾ. തനിക്ക് ദേവതയെ കണ്ട് പരിചയമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. പിന്നീട് സോഷ്യൽ മീഡിയക്കാരായ 2-3 പേരെ വിളിച്ച് ഞാൻ ഇയാളെ പറ്റി ചോദിച്ചു. അയ്യോ മായ ചേച്ചി ഫോൺ എടുക്കല്ലേ, തലവേദനയാണെന്ന് അവർ പറഞ്ഞു. അപ്പോഴാണ് മഞ്ജു വാര്യരെയും ഐശ്വര്യലക്ഷ്മിയെയും നിത്യ മേനോനെയും കല്യാണം കഴിക്കാൻ പിറകെ നടന്ന വ്യക്തി ഇതാണെന്ന് ഞാൻ അറിയുന്നത്. ഞാൻ ബ്ലോക്ക് ചെയ്തില്ല. ഇവനാണ് സിനിമാ നടികൾ മുഴുവൻ വേശ്യകളാണെന്ന് പറയുന്നതെന്നും മായ വിശ്വനാഥ് ചൂണ്ടിക്കാട്ടി. സ്വന്തം യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു മായ. അതേസമയം അറസ്റ്റിലാകുന്നതിന് കുറച്ചു നാളുകൾക്ക് മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ ജീവിതത്തെക്കുറിച്ച് സന്തോഷ് സംസാരിച്ചിരുന്നു. പലരും തന്നെ വേദനിപ്പിക്കുന്നുണ്ട്, കളിയാക്കലുണ്ട്. മനുഷ്യത്വം ഇന്നത്തെ തലമുറയ്ക്കില്ല. ഈ കാലത്ത് ആർക്കും സ്നേഹവും നന്മയും വേണ്ട, എല്ലാവർക്കും പണം മതി. സഹോദരിമാരും താനും അകൽച്ചയിലാണ്. അച്ഛന്റെ മരണശേഷം അമ്മയെ നോക്കുന്നത് താനാണ്. അതുകൊണ്ടാണ് നാട്ടിൽ തുടരുന്നത്. അല്ലെങ്കിൽ തനിക്ക് വിദേശത്തേക്ക് പോകുമായിരുന്നുവെന്നും സന്തോഷ് വർക്കി അന്ന് പറഞ്ഞു. എന്നെ സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാം. അമ്മ ഫോൺ ഉപയോഗിക്കാറില്ല, എന്നാൽ ബന്ധുക്കൾ വിളിച്ചു പറയും. നെഗറ്റീവ് മാത്രമേ ഈ ബന്ധുക്കൾ വിളിച്ചു പറയൂവെന്നും സന്തോഷ് വർക്കി പറഞ്ഞു. സിനിമാ താരങ്ങളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന ആളാണ് സന്തോഷ് വർക്കി. പല പരാമർശങ്ങളും വിവാദമായിട്ടുണ്ട്.